മയിലാന്ന് തോന്നുന്നു. മയിലാണത്. ഇഷ്ടംപോലെ മയിലുകൾ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്നുണ്ട്. വേറെ പക്ഷികൾ അവിടെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ കുട്ടികളൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. കാരണം മറ്റു സൂയി ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് പറ്റുന്ന പറഞ്ഞാൽ ജസ്റ്റ് കൂടിൻ്റെ അകത്ത് ഇട്ടേക്കുന്ന പക്ഷികളെ അങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇവിടെ ഉള്ള എല്ലാ പക്ഷികളും ഇങ്ങനെ തുറന്നു വിട്ടേക്കുന്ന രീതിയിലാണ്. നമുക്ക് നല്ല രീതിയിൽ തന്നെ വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു സംഭവം. നമ്മുടെ മൗസ് ഡിയർ വരുന്നുണ്ട് നമ്മുടെ കയ്യിൽ. നമുക്കിങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും വളരെ അടുത്ത് വന്ന് നമ്മുടെ അടുത്ത് ഫുഡ് എടാ പറഞ്ഞോ മൗസ് ഡിയറൊക്കെ ഇങ്ങനെ വന്ന് നമ്മുടെ അടുത്ത് വന്നിട്ട് ഫുഡൊക്കെ കഴിക്കും. നല്ല രസമുണ്ട് സംഭവം. എന്തായാലും നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ബോറടിക്കാതെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമാണ്. ഇതവിടെ മയിലുകൾ ഒത്തിരി ഉള്ളൊരു ഏരിയയാണ്. അവിടുത്തെ വേറെ തരത്തിലുള്ള മയിലുകളെ കാണാൻ പറ്റും. ഇവിടുത്തെ വൈറ്റ് മയിൽ ഇവിടെ ഉണ്ട്. അവിടെ വേറെ രീതിയിലുള്ള മയിലുകൾ അങ്ങ് സൈഡ് നമ്മുടെ നാട്ടിൽ കാണാത്ത രീതിയിലുള്ള ഒരു നിറത്തിലുള്ള മയിലാണെന്ന് തോന്നുന്നത് കാണാം. കാരണം പച്ചയും മറ്റേ പെയിൻ്റ് അടിച്ച പോലത്തെ നീലയും എല്ലാ നിറങ്ങളും അതിൻ്റെ അകത്തുണ്ട്. ഇത് അല്ലാത്ത നിറത്തിലുള്ള മയിലുണ്ട്. ഇതൊക്കെ ഇത്ര അടുത്ത് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വന്നത്. നമുക്കിങ്ങനെ ഫീഡ് ചെയ്യാനൊക്കെ വേണ്ടിയുള്ള ഓപ്ഷനുണ്ട്. അത് പിന്നെ നമ്മുടെ നാട്ടിൽ കാണാൻ മറ്റേ കൽക്കമാണ് നിൽക്കുന്നത്. എന്തായാലും നല്ലൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ അകത്തൂടെ ഒക്കെ ഇത് പക്ഷിയുടെ ഏരിയ ആണെങ്കിലും നമ്മുടെ നേരത്തെ അവിടെ കണ്ട മൗസ് ഡിയർ ഒക്കെ ഇതിൻ്റെ അകത്തൂടെ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. അപ്പോൾ ചുറ്റും നോക്കിയാൽ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്ന കുറച്ച് പക്ഷികളുടെയും ഇതുപോലെയുള്ള നമ്മൾ കാണാത്ത രീതിയാണ്. നമ്മൾ അടുത്ത് നമുക്ക് കിട്ടാത്ത രീതിയിലുള്ള പല പക്ഷികളെ മൃഗങ്ങളെയൊക്കെ മൃഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മൗസ് ഡിയർ പോലത്തെ മൃഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയുള്ള ഓപ്ഷൻ. ഇതൊക്കെ പിന്നെ നമ്മുടെ നാട്ടിലുള്ള മറ്റേ ടർക്കിക്കോഴി എന്നൊക്കെ പറയുന്ന ഐറ്റാണെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊരു വെറൈറ്റി സംഭവമുണ്ട്. അതിൻ്റെ തല നോക്കി മറ്റേ പൂക്കൾ നിൽക്കുന്ന ഒരു സംഭവം വെച്ചേക്കുന്ന ഒരു സംഭവം വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ മുനീർ മോൻ്റെ മയിലുമായിട്ട് പോയിരിക്കുന്നുണ്ട്. മിക്കവാറും മയില് പിടിച്ച് കൊത്തുമെന്ന് തോന്നുന്നു. ആയിട്ട് തീറ്റി കൊടുക്കുന്നുണ്ട്. അതിന് മനസ്സിലാവും ആ കവറിൻ്റെ അത് തീറ്റിയാണ്. അപ്പോൾ മുനീറിൻ്റെ ആ കവർ നോക്കിയാൽ നടക്കുന്നത്. കാരണം ഇതിന് ഈ പറയുന്ന അടാ കൊത്തു കേട്ടോ. അതിന് ഈ പറയുന്ന പേടികളൊന്നും ഇല്ലാതെ നമ്മുടെ അടുത്ത് ഈ പറയുന്ന വെള്ളമയിൽ എന്ന് പറയുന്ന സംഭവം ഇത്രയും അടുത്ത് ഇത്ര ക്ലോസ് ആയിട്ടാണ് നടക്കുന്നത്. കാരണം ഇവർ ഫുള്ളിങ്ങനെ ആൾക്കാരെ കണ്ട് നന്നായിട്ട് ഇണങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം. ഇത് നമ്മുടെ ഇതിൻ്റെ അകത്ത് തന്നെയുള്ള നല്ലൊരു ഏരിയ എന്നൊക്കെ പറയാൻ പറ്റും. ഇവിടെ നല്ല ഭംഗിയുണ്ട് ഈ സംഭവം കാണാൻ വേണ്ടി. ഇതിൻ്റെ പല രീതിയിലുള്ള നമ്മൾ കാണാത്ത ഒത്തിരി പക്ഷികളും ഒക്കെ ഇവരിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്. കുട്ടികളായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റും. സാധാരണ നമ്മൾ സൂയി ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ കണ്ടേക്കുന്നതെന്ന് പറഞ്ഞാൽ തൊടരുത്, തീറ്റി കൊടുക്കരുത്, അങ്ങനെയുള്ള സംഭവമാണ്. പക്ഷേ ഇവിടെ എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. നമുക്ക് തീറ്റി കൊടുക്കുക, അത് കൽക്കാണ്, കടിച്ചാൽ നല്ല കടിച്ച് കൊത്തിപ്പറിച്ചെടുക്കും. നമ്മുടെ നാട്ടിൽ വന്നേക്കുന്ന നാട്ടിലുള്ള കൽക്കങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട്. ഇത് നമ്മളിങ്ങനെ നടന്ന് വന്നു കഴിയുമ്പോൾ നമുക്കവിടെ ഇടയ്ക്ക് ദാഹിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ വേണ്ടിയുള്ള ജ്യൂസ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഐസ്ക്രീമൊക്കെ വെച്ചേക്കുന്ന ഒരു ഏരിയയാണ്. അതുപോലെ ഇങ്ങനത്തുള്ള ഡ്രസ്സുകൾ, ഷർട്ടുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന മൃഗങ്ങളെയൊക്കെ കണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ അവർക്ക് എക്സ്ട്രാ കുറച്ച് കാശ് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ. നമ്മൾ ഈ എവിടെ സൂക്ഷിച്ചെന്നാൽ ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത്. നമ്മൾ കാശ് കൊടുക്കുക, പക്ഷികളെ ഫീഡ് ചെയ്യാൻ വേണ്ടിയുള്ള ഫുഡ് മേടിക്കുക, നമുക്കൊരു എൻജോയ്മെൻറ്റ് ഫോട്ടോയൊക്കെയാണ്. പക്ഷേ എൻ്റെ വേറൊരു വശം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കാശ് കൊടുത്ത് ഇവർ വളർത്തുന്ന പക്ഷിക്ക് നമ്മൾ തീറ്റി കൊടുക്കുന്നു. അതാണ് അതിൻ്റെ വേറൊരു വശം. പിന്നെ നിർബന്ധമൊന്നുമല്ല, മസ്റ്റായിട്ടുള്ളതല്ല, നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒരു ഐഡിയ ഉള്ള, കാരണം നമുക്ക് ഈ പക്ഷികളായിട്ട് തീറ്റയൊക്കെ കൊടുക്കാൻ നമുക്കൊരു ഇൻട്രസ്റ്റ് കാണും. അത് വെച്ച് അവർ വളർത്തുന്ന പക്ഷികൾക്കൊക്കെ ഉള്ള ഫുഡിങ് അതിൻ്റെ അകത്ത് നടക്കും. അത്യാവശ്യം നല്ല ഏരിയയിലാണ് ഈ സംഭവം. ഞാൻ ആദ്യം വൈൽഡ് ലൈഫ് ഓർത്തപ്പോൾ വരെ കാട്ടിലോട്ട് പോകുന്ന സംഭവമാണ്. അപ്പോൾ അതല്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു നിരാശ തോന്നിയെങ്കിലും സൂന്ന് കേട്ടപ്പോൾ നമ്മൾ ഒത്തിരി സ്ഥലത്ത് പോയി കാണുന്നതാണല്ലോ. അപ്പം പിന്നെ ഇവിടുത്തെ ആയിട്ട് ഇനി കാണാതെ ഇരിക്കേണ്ട എന്നുള്ളൊരു തോന്നലും കൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. പക്ഷേ ഇവിടെ എന്തായാലും കൊള്ളാം, നമുക്ക് അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവർ ഇത് ചെയ്തേക്കുന്നത്. കാരണം നമ്മുടെ നാട്ടിൽ കാണാത്ത പല സാധനങ്ങളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും. അവരെ നാട്ടിൽ കാണുന്ന നമുക്കിപ്പം ഒരു മയിലും ഈ പറഞ്ഞ സംഭവത്തിൽ ഒന്നും ഇത്ര അടുത്ത് പോയി പിടിക്കാൻ പറ്റില്ല. ആ സംഭവങ്ങളൊക്കെ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കോഴി, നമ്മുടെ സ്വന്തം വീട്ടിൽ നടക്കുന്നവരെ കുഴിയൊക്കെ കുഴിച്ച് മണ്ണൊക്കെ മാറ്റിയിരിക്കുന്നു. സ്വന്തം കോഴി
നാട്ടിലെ പ്രധാന കോഴി നാട്ടിലെ പ്രധാന കോഴിയും മലേഷ്യയിലെ കോഴിയിലൂടെ ഒന്നിച്ച് ഒരു സമയം ചില സമയങ്ങളിൽ മാത്രമേ ഇത് നമ്മുടെ ഇതിനകത്ത് ഒരു വെള്ളച്ചാട്ടമൊക്കെ അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഈ കാട്ടിൽ കാണുന്ന പോലെ വലിയൊരു പാറയുടെ സെറ്റപ്പിൽ തന്നെയാണ് ഇവിടെ ഈ സിമെൻ്റൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. കല്ലിൻ്റെ ഒക്കെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതകത്തെ കൂടെ ഫുള്ള് ചെടിയൊക്കെ കയറ്റിയിട്ട് നല്ല ഒരു ഭംഗിയുണ്ട്. അവിടെ നേരെ താഴോട്ട് വന്ന് കഴിയുമ്പോൾ അതിൻ്റെ താഴെ ഇങ്ങനെ അരയന്നം പുറത്ത് ഈ പക്ഷി അരയനാണെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്കിതിനെപ്പറ്റി വലിയൊരു ഐഡിയ ഇല്ലാത്തൊരു സംഭവമാണ്. അപ്പോൾ ഈ പക്ഷികളിങ്ങനെ നീന്തി കുടിച്ചു നടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അത്യാവശ്യം നല്ല രസമാണ്. ഇവിടെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സീരൊക്കെ ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാട് പോലെയൊക്കെയാണ് അവർ ഉണ്ടാക്കി വെച്ചേക്കുന്നത്. നമ്മുടെ അടുത്ത് മാനൊക്കെ വന്ന് നിൽക്കുന്നതാണ്. നമുക്ക് ഇത്ര അടുത്തൊരു സംഭവം. കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് ഈ പറയുന്നത്. കാരണം നമ്മൾ മതി നീ അത്ര കൊടുത്താൽ മതി, പ്രശ്നം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊടുക്കണം വിട്ടോ മതി, തീർന്ന മാരിയോ. നമ്മുടെ പുറകെ കൂടെ നമ്മുടെ ചുറ്റ് മാനുകൾ ഇഷ്ടംപോലെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കാരണം മതിയാ തീർക്കേണ്ടത്. കാരണം ഈ പിള്ളേരുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ കുട്ടികളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ. കാരണം അവർക്ക് ഈ ജീവികളൊക്കെ അടുത്ത് കാണാൻ പറ്റുന്നതൊക്കെ ഭയങ്കര സംഭവമാണ്. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയൊരു മതി ഇവിടെ ഉണ്ട് കണ്ടോ. മാനുകളും വലിയ ആമയുണ്ട്, അതുപോലെ ചെറിയ ആമകൾ ഉണ്ട്. ചെറിയ ആമകളും വലിയ ആമകളും കോഴി എല്ലാം നമ്മളെ ഒന്ന് പൊതിയുന്ന ഒരു സ്ഥലമാണ്. ക്രോക്കഡൈലിൻ്റെ സെക്ഷനാണ്. പക്ഷേ അതിൻ്റെ ഒരു ഈ ക്യാമറ ദൂരെയാണ്, നമുക്ക് അത്ര സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല ഗോപ്രോ ആയതുകൊണ്ട്. അതിൻ്റെ ഒരു ലെന്ത് എന്ന് പറഞ്ഞാൽ ഭയങ്കര ലെന്താണ്. അങ്ങ് സൈഡ് ഒരെണ്ണം കിടക്കുന്നുണ്ട്, അതുപോലെ ഇവിടെയും കിടക്കുന്നുണ്ട്. ഒരു നമ്മൾ നോർമലി നമ്മുടെ ഏരിയയിൽ കാണുന്നതിനേക്കാളും നല്ല ലെന്തിൽ തന്നെയുള്ള ഒരു സംഭവിക്കുന്ന ഒരു 1-2 മീറ്ററെങ്കിലും നീളം കാണും ആ കിടക്കുന്ന ഒന്നിന്. ഒരു ഇത് ഇങ്ങനെ നല്ല നീളത്തിൽ തന്നെയാണ് കിടക്കുന്നത്. ഒരു വലിയ ഭീമാകാരനായിട്ടുള്ള ക്രോക്കഡൈൽസ് ഉള്ള ഒരു സ്ഥലം നമുക്ക് പറയാൻ പറ്റും. മറ്റേ കോഴി ഫിഷുകളുടെ ഏരിയ കേട്ടോ, ഇഷ്ടം പോലെ കോഴി ഫിഷുകൾ വരുന്നു. അക്യൂറി സെക്ഷനാണ്. അതിൻ്റെ അകത്തുള്ള അരാപ്പയ്മയുടെ സൈസ് നോക്കിയോ, എന്തുമാത്രം സൈസുള്ള അരാപ്പയ്മ. അതിനേക്കാളും വലിയൊരു അരാപ്പയ്മ ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ അരിയേറ്റം ഗാറ് അവിടെയുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല വലിയ അരാപ്പയ്മേനൊക്കെ വന്നാൽ കാണാൻ പറ്റും. ഇത് നല്ല സൈസ് ഉണ്ട് കേട്ടോ, 200 ഇവിടെ ഈ അരാപ്പയ്മയുടെ ഡീറ്റെയിൽസ് അവർ എഴുതി വെച്ചിട്ടുണ്ട്. 4.5 m ഹൈറ്റ് എന്നാണ്. എന്താണ് മനസ്സിലായില്ല. വെയിറ്റ് ഏകദേശം 200 കിലോ ആണ് ഈ ഒരു അരാപ്പയ്മയ്ക്ക് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇട്ടേക്കുന്ന ഓരോ മീനിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇവിടെ എഴുതിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കി അതിൻ്റെ ഒരു ഏകദേശം ഒരു വലിപ്പം മനസ്സിലാകാൻ പോകുന്നു. 200 കിലോയ്ക്കടുത്തുള്ള അരാപ്പയ്മയാണ് നമ്മളിത് കാണുന്നത്. ഇത് പിന്നെ വേറൊരു മീൻ ഇവിടെ വന്നിട്ടുണ്ട്. ഇത് കൊള്ളാമല്ലോ. ഇതോ നമ്മളിപ്പോൾ നമ്മുടെ ഈ കാഴ്ച, ഇവിടുത്തെ കാഴ്ചകൾ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുവാണ് അടുത്ത സ്ഥലത്തോട്ട് പോകാൻ വേണ്ടി. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ നമുക്ക് ഒരു ദിവസം വന്നാൽ നല്ല അടിപൊളിയായിട്ട് തന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല ഒരു സ്ഥലവും നമുക്ക് പറയാൻ പറ്റും. അതായത് ഏകദേശം ഒരു 2 മണിക്കൂർ നമുക്ക് എന്തായാലും നൈസായിട്ട് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇങ്ങനെ ഇപ്പം കണ്ടേക്കുന്ന ഓരോ പക്ഷികൾ, നമ്മൾ കാണാത്ത രീതിയിലുള്ള പക്ഷികളുണ്ടായിരുന്നു. ഞാൻ പിന്നെ മൗസ് ഡിയർ എന്ന് പറയുന്ന സംഭവത്തിനെ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ്. നേരിട്ടല്ല, അങ്ങനെ സംഭവത്തെ പറ്റി കേട്ടിട്ട് പോലുമില്ല. 2 മണിക്കൂർ 3 മണിക്കൂർ നൈസായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ്. എന്ന് വെച്ചാൽ വലിയ ഓവർ എക്സ്പെക്റ്റേഷനായിട്ട് വരരുത്. അല്ലാതെ ഇങ്ങനെ പക്ഷികളും അല്ലെങ്കിൽ ഇങ്ങനെ ഈ പറയുന്ന ആമ, ഇങ്ങനെയുള്ള മീനുകൾ, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കണ്ട് അത്യാവശ്യം എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയ ഒരു സംഭവം. അപ്പോൾ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകാം.